മോദിയുടെയും കൂട്ടരുടെയും ഏറ്റവും പുതിയ മുദ്രാവാക്യമാണ് വാട്ടോഗേത്തോ കാട്ടോഗേ. ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഏത് വൃത്തികേടും പറയാനും ഏത് വൃത്തികേടും പ്രവർത്തിക്കാനും ജനങ്ങളെ ഏതൊക്കെ വിധത്തിൽ മണ്ടന്മാരാക്കാനും മോദിക്കും കൂട്ടർക്കും മടിയില്ല. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ മുദ്രാവാക്യമായ ഇത് അതേപടി പറഞ്ഞ് ആദിത്യനാഥിന് കൂടുതൽ പേരുണ്ടാക്കി കൊടുക്കാൻ സ്വയം പൊങ്ങി മോദിക്ക് താല്പര്യമില്ലാത്തതിനാൽ അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് മോദി ഉപയോഗിച്ച എക് ഹേ തോ സേഫ് ഹേ എന്ന വാചകം. എന്നാൽ മോദിയുടെ യഥാർത്ഥ സേഫ് ഏതാണെന്ന് വ്യക്തമായി തുറന്നുകാട്ടി രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം വൈറൽ ആയിരിക്കുകയാണ്. മോദിയും കൂട്ടരും പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നും വരുന്ന അനധികൃത മുസ്ലിം കുടിയേറ്റക്കാർ ഹിന്ദുക്കളുടെ സ്വത്തും റൊട്ടിയും മാത്രമല്ല പെൺകുട്ടികളെ വരെ തട്ടിയെടുക്കുമെന്നാണ്. ഇത് കേട്ട് ബുദ്ധിയില്ലാത്ത മോദി ഭക്തർ ആർത്തലച്ച് കൈയടിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ബുദ്ധിയില്ല എന്ന് ഞാൻ പറയുന്നത്? ബംഗ്ലാദേശിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? ആരുടെ ഉത്തരവാദിത്വമാണ് ഇന്ത്യയുടെ അതിർത്തി കാക്കേണ്ടത്? അല്പമെങ്കിലും ചിന്താശേഷിയുള്ള എല്ലാവർക്കും അറിയാം ഇത് കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന്. അതായത് മോദിയുടെയും അമിത്ഷായുടെയും പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ മോദിയും അമിത്ഷായും പരിപൂർണ പരാജയമാണെന്നും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മാത്രമല്ല എല്ലാ ജനങ്ങളുടെയും സുരക്ഷ അവർ അപകടത്തിൽ ആക്കുകയുമാണെന്ന്. അങ്ങനെ സ്വന്തം വീഴ്ചയാണ് വിളിച്ചു പറയുന്നതെങ്കിലും അത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കുഴപ്പമാണ് എന്നാണ് ബുദ്ധി ലവലേശമില്ലാത്ത ഭക്തന്മാർക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് BJPക്ക് വോട്ട് ചെയ്താൽ യഥാർത്ഥത്തിൽ സേഫ് ആകുന്നത് ആരാണെന്ന് വളരെ ക്ലിയറായി രാഹുൽ ഗാന്ധി ഇവിടെ കാണിക്കുകയാണ്. മോദിയുടെ സേഫ് ഏതാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടോളൂ. नारा दैट मोदी जी गेव क्या है? एक है तो सेफ है. हाँ, यस, दैट वाज. ये देखिए, ये है नरेंद्र मोदी जी का एक है तो सेफ है. ये देखिए, एक है तो सेफ है. മോദിയുടെ ഒരു പുതിയ മുദ്രാവാക്യമുണ്ടല്ലോ. എന്താണ്? ഏക് ഹേ തോ സേഫ് ഹേ അല്ലേ? അത് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് നോക്കൂ. ഇതാണ് നരേന്ദ്രമോദിയുടെ എക് ഹേ തോ സേഫ് ഹേ. ഇത് കണ്ടോ? എക് ഹേ തോ സേഫ് ഹേ. അവിടെ ഒരു സേഫിൽ മോദിയുടെ ഏക് ഹേ തോ സേഫ് ഹേ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇതാണ് മോദി ഉദ്ദേശിച്ച സേഫ്. നിങ്ങൾ വിചാരിച്ചത് നിങ്ങളുടെ സുരക്ഷയാണ് എന്നാണെങ്കിലും മോദിക്ക് നിങ്ങൾ ഒന്നായി വോട്ട് ചെയ്താൽ മോദിയുടെയും അദാനിയുടെയും സേഫ് നിറയും, നിങ്ങളുടെ നിക്കർ കീറുകയും ചെയ്യും. ഇനി തുടർന്ന് കണ്ടോളൂ. ये इसमें एक है तो सेफ है, ये नरेंद्र मोदी जी की महाराष्ट्र सरकार की स्ट्रेटजी है. हम आपको ये दिखाना चाह रहे हैं. ഇത് മോദിയുടെ മഹാരാഷ്ട്ര സർക്കാരിന്റെ എക് ഹേ തോ സേഫ് ഹേ സ്ട്രാറ്റജിയാണ്. ഇതാണ് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. मुश्किल खुलता है. ये देखिए, एक है तो सेफ है. देख लीजिए. അത് തുറന്ന് അതിൽ നിന്ന് ആദ്യം മോദിയും അദാനിയും നിങ്ങളെ ഊമ്പിച്ചു എന്ന് ജനങ്ങളോട് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കൈകൊടുത്തു നിൽക്കുന്ന ചിത്രമാണ്. स्ट्रेटजी का लक्ष्य देखिए, एक है तो सेफ है. धारावी का मैप है, ये भी दिखा दीजिए. दूसरा पोस्टर दीजिए. രണ്ടാമത്തേത് ധാരാവിയുടെ മാപ്പാണ്. 1 ലക്ഷം കോടി രൂപയുടെ ഡീലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ये एक लाख करोड़ रुपए का धंधा चल रहा है. 1 ലക്ഷം കോടി രൂപയുടെ ധാരാവിയിലെ പ്രോപ്പർട്ടി അദാനിക്ക് ഇഷ്ടദാനം കൊടുക്കുക. അതിനു പകരമായി മോദിയുടെയും കൂട്ടരുടെയും സാമ്പത്തിക ഭാവിയും രാഷ്ട്രീയ ഭാവിയും അദാനി സേഫ് ആക്കും. മോദിയും കൂട്ടരും സേഫ്, അദാനിയും സേഫ്. ये आप देखिए, हमारे प्रधानमंत्री जी और अदानी जी एक साथ खड़े हैं. एक हैं तो सेफ हैं और ये लक्ष्य है. ഇതറിയാതെ മതാന്ധത ബാധിച്ച ഇവർ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലെങ്കിലും മോദിക്ക് വോട്ട് ചെയ്യുന്ന വെറും മണ്ടന്മാർ. ഇത് കണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രിയും അദാനിയും ഒരുമിച്ച് നിൽക്കുകയാണ്. മോദി പറയുന്നത് പോലെ ഏക്കായി നിൽക്കുകയാണ്. അതുപോലെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ സേഫുമാണ്. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ധാരാവിയിലെ 1 ലക്ഷം കോടി രൂപ വരുന്ന ഈ പ്രോപ്പർട്ടിയാണ്. उनका जो स्लोगन, मेन जो स्लोगन है, एक है तो सेफ है, वो मैंने इतनी अच्छी तरह आपको दिखाया है, उसको समझाया है. അങ്ങനെ മോദിയുടെ ഏക് ഹേ തോ സേഫ് ഹേ എന്ന സ്ലോഗൻ ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തന്നു, മനസ്സിലാക്കി തന്നു. एक है तो सेफ है. एक कौन है? एक नरेंद्र मोदी जी हैं, अदानी जी हैं, अमित शाह जी हैं. सेफ है तो कौन सेफ है? अदानी जी सेफ हैं. कष्ट किसको होगा? धारावी की जनता को होगा. नुकसान किसका होगा? धारावी की जनता को होगा. ഏക് ഹേ തോ സേഫ് ഹേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നിച്ചു നിൽക്കുന്ന മോദിയും അദാനിയും അമിത്ഷായുമാണ്. സേഫ് ആരാണ്? അദാനി സേഫാണ്. ആർക്കാണ് ദുരിതമുണ്ടാവുക? ധാരാവിയിലെ ജനങ്ങൾക്ക്. ആർക്കാണ് നഷ്ടമുണ്ടാവുക? ധാരാവിയിലെ ജനങ്ങൾക്ക്. ചുരുക്കം പറഞ്ഞാൽ ഹിന്ദുക്കളോട് എല്ലാവരോടും ഒന്ന് ചേർന്ന് മോദിക്കും കൂട്ടർക്കും വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം
മോദിക്കും അദാനിക്കും സേഫ് ആകണം. ഇവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ ഇത്രനാളും രാജ്യത്തെയും ജനങ്ങളെയും കട്ടുമുടിക്കുകയും അവരുടെ ഭാവി ദുരിതത്തിലാക്കുകയും ചെയ്ത അദാനിക്കും മോദിക്കും പിന്നെ സേഫ് ആയിരിക്കില്ല. അതാണ് വാസ്തവം. തലച്ചോറ് പണയം വെച്ചവർക്ക് അത് ഒരിക്കലും മനസ്സിലാവുകയില്ല എങ്കിൽ കൂടി.